ഷെയർ കാണാൻ പറ്റും. തിരിച്ച് ഫോമിലേക്ക് പോവാം. അടുത്തതായിട്ട് ഗൂഗിൾ ഷീറ്റ്സ് ആണ്. ഗൂഗിൾ ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എക്സലിന്, മൈക്രോസോഫ്റ്റ് എക്സലിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഗൂഗിൾ ജി സൂട്ടിൽ വരുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ ഷീറ്റ്സ്. എക്സൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതുന്ന അല്ലെങ്കിൽ റോസ് ആൻഡ് കോളംസ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഫയലുകൾ നമ്മൾ എക്സലിലാക്കും. ഇതും ഇതുപോലെ തന്നെ നേരത്തെ ഡോക്ക് കാണിച്ചു തന്ന പോലെ തന്നെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഷെയർ ബട്ടണുകൾ ഉണ്ടാവും. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യണോ എന്നുള്ളതും ചോദിക്കും. അതുപോലെ ഇമെയിൽ വഴി ഷെയർ ചെയ്യണോ എന്നുള്ളതും ചോദിക്കും. അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിന്റെ ഒരു ഡെമോ ചെയ്യുകയാണെങ്കിൽ സെയിം ആണ്. അതായത് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഗൂഗിൾ, ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതും നമ്മൾ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലോഗിൻ ആയിരിക്കണം. ലോഗിൻ ചെയ്ത ശേഷം ഗൂഗിൾ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഇതിൽ എല്ലാ ഗൂഗിൾ ഡ്രൈവ് പോലെ തന്നെ എല്ലാ ഫയലുകളും നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു പുതിയൊരു ഫയൽ തുടങ്ങിയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റകളായിട്ട് ഇതിലുണ്ടാവും. അതുപോലെ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരൊക്കെ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ഏതൊക്കെ സെല്ല് വിസിറ്റ് ചെയ്ത് കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ഒരു ഷീറ്റ് ഷെയർ ചെയ്യുവാണെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒരു സ്ലോ കാരണമാണ് പേജ് ലോഡ് ചെയ്യാൻ താമസം. ഷെയർ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഗൂഗിൾ ആപ്സിന്റെയും ഒരുപോലെ തന്നെയാണ് ഇതിന്റെ ഷെയറിങ് വരുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ലിങ്ക് വഴിയോ ഷെയർ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. വ്യൂവർ ആണോ അതല്ല കമന്റർ ആണോ എഡിറ്റർ ആണോ എന്നുള്ള രീതിയിൽ. അടുത്തതായിട്ട് വരുന്നത് ഗൂഗിൾ സ്ലൈഡ്സ് ആണ്. ഗൂഗിൾ സ്ലൈഡ്സ് ഇതുപോലെ നമുക്ക് പ്രസന്റേഷൻ, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റേഷനും ഗൂഗിൾ സ്ലൈഡ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്ലൈഡ്സിൽ നമുക്ക് തീമുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അതും ഇതുപോലെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് ഒരു 5 പേരുടെ ഒരു ടീമായിട്ട് ഇരുന്ന് സ്ലൈഡുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരാളൊരു സ്ലൈഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ മറ്റൊരു സ്ലൈഡിൽ വർക്ക് ചെയ്യാം. അത് അവിടെ കാണിക്കും ആരാണ് ഈ സ്ലൈഡിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഈ ബ്രൗസറിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബ്രൗസർ വേറെ ഒന്നെടുത്ത് ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം വേണമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മളൊരു യൂട്യൂബ് വീഡിയോ എല്ലാ ക്ലാസ്സിന് ശേഷവും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ യൂട്യൂബ് വീഡിയോയിൽ ഇതിന്റെ ഫുൾ ഡെമോ കാണിക്കും സാർ. ഇതിന്റെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഗൂഗിൾ ഫോംസ് ആണ്. ഗൂഗിൾ ഫോംസിൽ ഇതുപോലെ നമുക്ക് സർവേസ്, അതുപോലെ മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സർവേ, ക്വിക്ക് പോളുകൾ, അതുപോലെ ഏത് രീതിയിലും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ ഫോംസ്. ഇതിലും ഇതുപോലെ ഷെയറിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഗൂഗിൾ ഫോംസിന്റെ ഡാറ്റ വരുന്നത് ഡയറക്റ്റ് ആയിട്ട് എക്സൽ ഷീറ്റിലേക്കാണ് ഇതിന്റെ ഡാറ്റ വരുന്നത്. നിങ്ങളൊരു 100 പേർക്ക് ഒരു ഗൂഗിൾ ഫോം, ഇപ്പം ഈ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഓൺലൈൻ ക്വിസ് നടക്കുന്നുണ്ട്. ഈ ക്വിസിലാണെങ്കിലും നമ്മൾ ഗൂഗിൾ ഫോംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ അത് ഒരു എക്സൽ ഷീറ്റിലേക്ക്, ഗൂഗിളിന്റെ ഷീറ്റിലേക്ക് സേവ് ആയി അവിടുന്ന് വളരെ എളുപ്പത്തിൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 100 പേരാണെങ്കിലും 1000 പേരാണെങ്കിലും അതെല്ലാം ഒരു എക്സൽ ഷീറ്റിലേക്കാണ് അവരെ പകർത്തിയെടുക്കുന്നത്. അതിൽ നിന്നും വളരെ ഇൻഫോഗ്രാഫിക് ആയിട്ടുള്ള ചില റിപ്പോർട്ട്സുകളൊക്കെ നമുക്കും അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതും കൊളാബറേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെയും ഡെമോ നമ്മൾ ഈ ചർച്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറായി ബാക്കി ഭാഗങ്ങളോട് പറഞ്ഞിട്ട് പോകും. ഈ ഒരു ഗൂഗിൾ ജി സ്യൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ ഓരോ ഡെമോസും യൂട്യൂബ് വീഡിയോക്ക് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യും.
സർ, അടുത്ത ഒരു വിഷയത്തിലേക്ക് കടന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ തീർക്കേണ്ടതായിട്ടുണ്ടോ, അതല്ല ഇനി രണ്ട് വിഷയങ്ങളും കൂടി പെട്ടെന്ന് പറഞ്ഞു കൊണ്ടതായിട്ടുണ്ട്. ഓപ്പൺ സോഴ്സും അതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ ഇന്റർനെറ്റ് സെക്യൂരിറ്റിയും. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ക്വസ്റ്റൻസ്? ഓക്കെ, ഇപ്പൊ ഇവര് പറഞ്ഞു വന്ന ഇതെന്ന് പറയുന്നത്, നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യ സെഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിച്ചത്. ഗൂഗിൾ സ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജി സ്യൂട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സ്യൂട്ടില് ഏറ്റവും ആദ്യം വന്നൊരു പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനവും മെയിലാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഗൂഗിൾ മെയിൽ അല്ലെങ്കിൽ ജിമെയിൽ എന്നറിയപ്പെടുന്ന സംവിധാനമാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊന്ന് കലണ്ടറാണ്. അതുപോലെ ഗൂഗിൾ ചാറ്റ്, ഗൂഗിൾ മീറ്റ്, ഇതെല്ലാമാണ് അവർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ജി സ്യൂട്ടിനകത്ത് വരുന്ന സാധനങ്ങൾ. ഒന്ന് നമുക്ക് മെയിൽ ചെയ്യുക, രണ്ടാമത്തത് ഗൂഗിൾ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളും സംവിധാനങ്ങളും സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റ് ഇപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിച്ചു, ടീംസ് എന്നുള്ള പേരിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പ്രൊജക്ട് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ഗൂഗിൾ ഡോക്സ്, അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്, അതുപോലെ ഗൂഗിൾ ഫോംസ്, അതുപോലെ ഗൂഗിൾ സ്ലൈഡ്സ്, ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത്. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഓഫീസറെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, നേരത്തെ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ഡോക്കും മൈക്രോസോഫ്റ്റിന്റെ ഷീറ്റ്, എക്സൽ ഷീറ്റും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, ഒരു ടീം വർക്കിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ ഗൂഗിൾ ഡോക്സും അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡോക്സ് നമ്മൾ നമ്മുടെ KSEBിൽ അത്രയും അങ്ങ് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എങ്കിലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്കും മിനിറ്റ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ പലരും പല സ്ഥലത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. അത്തരം ആളുകളെ എല്ലാവരും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മിനിറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ഗുണം, ഞാനിപ്പോ ഒരു പാരഗ്രാഫ് എഴുതുന്നു, അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് മാറ്റം വരുത്താം, അത് ലൈവായിട്ട് തന്നെ മാറ്റം വരുത്താം, അതെനിക്ക് കാണാം, വീണ്ടും എനിക്ക് മാറ്റം വരുത്താം. അത്തരം സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ സംവിധാനങ്ങളിലേക്കെല്ലാം, ഈ ഗൂഗിൾ എല്ലാ സംവിധാനങ്ങളിലേക്കും കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. അതുപോലെ ഗൂഗിൾ ഷീറ്റ് ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഇത്തരം ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഷീറ്റ് ആയിരിക്കും KSEBിൽ. നമ്മുടെ ഇപ്പൊ ഡിവിഷനുകളിൽ നിന്നോ സർക്കിളുകളിൽ നിന്നോ ഒക്കെ ഒരു ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ അത് ഓരോ സെക്ഷൻ ഓഫീസുകൾക്കാണെങ്കിൽ സെക്ഷൻ ഓഫീസുകൾക്കെല്ലാം കാണത്തക്ക രീതിയിൽ ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്യുന്ന ഗൂഗിൾ ഷീറ്റിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും വിവരങ്ങൾ അടിക്കുന്നു, ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ വിവരങ്ങൾ അടിച്ചാൽ അവർക്ക് ഓരോ സെക്ഷനെയും, ഇപ്പൊ 11 സെക്ഷനുകൾ ഉണ്ടെങ്കിൽ 11 സെക്ഷനിൽ നിന്നും ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കൺസോളിഡേറ്റഡ് ആയി മാറുന്നു എന്നുള്ളൊരു ഗുണമാണ്. അവിടെയും കൊളാബറേറ്റഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോംസ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഇതിന്റെ രജിസ്ട്രേഷൻ മുതൽ ഇതിന്റെ ക്വിസ് പ്രോഗ്രാം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വെബിനാറിന്റെ ഇത്തരം ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് സ്ലൈഡാണ്. ഇത്രയും സംവിധാനങ്ങളാണ് ഇപ്പോ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് എന്തെങ്കിലും സംവിധാനങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദ്യം ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞ എല്ലാം തന്നെ ഗൂഗിളിന്റെ ഒരു പ്രോഡക്ട്സ് ആണ്, അവരുടെ ഒരു കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സംവിധാനമാണ്. ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനെല്ലാത്തിനും ഒരു ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അടുത്ത ഘട്ടം ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഒന്ന് ചുരുക്കി ഇപ്പൊ ഒന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞത്. തുടക്കത്തിൽ നമുക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പൊ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഫേസ്ബുക്കിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഫേസ്ബുക്കിലും ചോദിക്കാം. ഹലോ, കേൾക്കാമോ? ഇതിനകത്ത് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത് ഈ ഗൂഗിൾ ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗൂഗിൾ ഷീറ്റിനകത്തുള്ള ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ സെക്യൂരിറ്റി, ഡാറ്റ സെക്യൂരിറ്റിയുടെ കാര്യമാണ്. ഒരു 11-12 സെക്ഷനിലേക്ക് നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്ഷൻകാർ എൻട്രി ചെയ്ത ഡാറ്റ വേറെ ചില സെക്ഷൻകാർ വേണമെങ്കിൽ ഈസി ആയിട്ട് മായ്ക്കാൻ പറ്റും. പലപ്പോഴും അബദ്ധം പറ്റുന്നതായിരിക്കും. അതിന് അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലുള്ള സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കംപ്ലീറ്റ് സെക്യൂരിറ്റി പറ്റും, പക്ഷെ ഒരു റീജിയനിലും ഒരു ഏരിയയിൽ മാത്രമായിട്ട് സെക്യൂരിറ്റി പറ്റും എന്നുള്ളതാണ് ഡൗട്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അതായത് ഒരു ആൾക്ക് ഇപ്പോ 11 പേര് ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രമായിട്ട്, അതായത് ഓരോ ഇപ്പൊ റോ പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഗൂഗിൾ ഷീറ്റിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് സാർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ, ഞാനിപ്പോ ചെയ്യുന്നു, ഷജി ചെയ്യുന്നു, ഷജി ചെയ്ത ഒരു സാധനം എനിക്ക് തിരുത്താം.
ഗൂഗിൾ ഷീറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരാൾ ഓണർ എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് ആ ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആള്, ആ ഓണറാണ് പെർമിഷൻസ് കൊടുത്തു തുടങ്ങുന്നത്. ഈ ഓണർക്കല്ലാതെ ഒരിക്കലും ഗൂഗിൾ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫയൽ ഫുൾ ആയിട്ട്. പക്ഷെ അതിന്റെ ഒരു ഭാഗം മാത്രം ചില ആളുകൾക്ക് കൊടുക്കാനും പറ്റില്ല. പക്ഷെ നമ്മളൊരു 10 പേർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരാളെ വ്യൂവർ ആക്കാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന സമയത്ത് ഓരോരുത്തരുടെയും ഇമെയിൽ ID വെച്ച് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് വ്യൂവർ ആക്കാൻ പറ്റും, അതല്ലെങ്കിൽ എഡിറ്റർ, കമന്റർ എന്നുള്ള ഓരോ ആളുകൾക്കുള്ള പർട്ടിക്കുലർ പെർമിഷൻസ് കൊടുക്കാൻ പറ്റും. സെലക്ടീവ് എഡിറ്റിംഗ് പറ്റില്ല. ഇല്ല, ഒരു ഭാഗം മാത്രം. ഇപ്പം നന്ദകുമാർ സാറിനാണ് ഞാൻ ഇത് ഷെയർ ചെയ്തതെങ്കിൽ സാറിന് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഷീറ്റിന്റെ ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്യാം, മറ്റു ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫയലിനാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. പക്ഷെ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത റൂളുകൾ കൊടുക്കാൻ പറ്റും. ശിവകുമാർ സാറെ ക്ലിയർ ആണല്ലോ അല്ലെ? പക്ഷെ എന്റെ ആവശ്യം നടക്കുന്നില്ല. അതിന് എന്തെങ്കിലും ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? അതിന് മറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഫയലിലാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സോഴ്സിലാണെങ്കിലും അത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സ് ഇല്ല. ഇനിയിപ്പോ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഷീറ്റിന് വേണമെങ്കിൽ ഒരു പെർമിഷൻ കൊടുക്കാം. അതായത് ഒരു വർക്ക്ഷീറ്റ് നമുക്ക് ഒരു എക്സൽ പറയുന്നത് അതിൽ ഷീറ്റ് എ, ഷീറ്റ് ബി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷീറ്റുകൾ വരും. ഈ ഒരു ഷീറ്റിന് പെർമിഷൻ പറ്റും എന്നുള്ളതാണ് ഓപ്പൺ സോഴ്സിന്റെ പ്രത്യേകത. മറിച്ച് ജി സ്യൂട്ടിലാണെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക്ഷീറ്റിന് ഫുൾ ആയിട്ട് ഒരൊറ്റ പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക്. സാറേ ഹലോ, കേട്ടല്ലോ അല്ലേ? മറുപടി കേട്ടിരുന്നല്ലോ അല്ലെ? അതിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് എനിക്ക് പറയാൻ, അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോംസിന്റെ അഡ്വാൻറ്റേജ് അതാണ്. അപ്പൊ ആ ഗൂഗിൾ ഫോംസ് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും അതെനിക്കറിയാം. ഓക്കെ, താങ്ക് യു. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ മറ്റുള്ളവർക്കും ചോദിക്കാം. ഇപ്പൊ ചോദിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതല്ലെങ്കിൽ ഈ ഒരു സെഷന് ശേഷം ടോട്ടലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്തും എനിക്ക് തന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. ലൈക്ക് ഈ ഒരു ഭാഗത്ത് ആക്ച്വലി ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഓപ്പൺ സോഴ്സ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. അതായത് പലർക്കും എന്താണ് ഓപ്പൺ സോഴ്സ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതിന്റെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇതെല്ലാം പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചില കോഡ്സുകളാണ്, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്ത ശേഷം ഈ ഇൻസ്ട്രക്ഷനെ കമ്പൈൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രോഗ്രാം. സാധാരണഗതിയിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങുന്ന സമയത്ത് അവർ നമ്മൾക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതിന്റെ കമ്പൈൽഡ് ഫോർമാറ്റ് ആണ് തരുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ആയിട്ടാണ് തരുന്നത്. ഇതിന്റെ പിന്നാമ്പുറത്തുള്ള വരികൾ അതല്ലെങ്കിൽ ഇതിന്റെ എഴുതിയിട്ടുള്ള കോഡുകൾ നമ്മൾക്ക് ഷെയർ ചെയ്യുന്നില്ല. എന്നാൽ ഓപ്പൺ സോഴ്സിന്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. അവര് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് തരുന്നതോടൊപ്പം തന്നെ ഇതിന്റെ സോഴ്സും അവർ പുറത്താക്കും. അത് ഈ സോഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ സോഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് ഓപ്പൺ സോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ സോഴ്സ് കൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സോഴ്സ് കോഡ് is the part of software that most computer users don't ever see. ഈ ഒരു കാര്യം, ഇതിന്റെ സോഴ്സ് എന്താണ്, നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു യൂസർ കാണുന്നില്ല. സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അതിന്റെ എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഡാറ്റ ലീക്ക് ആവുന്ന രീതിയിൽ നടക്കുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഫിക്സുകൾ ആവശ്യമായിട്ടുണ്ടോ, എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ കോഡ് ലഭ്യമാവും. ഈ കോഡ് ലഭ്യമാവാൻ വേണ്ടിയിട്ട് ഗിറ്റ് എന്ന് പറയുന്ന ചില സോഫ്റ്റ്വെയറുകൾ അവർ യൂസ് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് അവർ കോഡുകൾ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ ഗിറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവർ ഇതിലെല്ലാത്തിന്റെയും സോഴ്സ് കോഡുകൾ അവരുടെ പേരുകളിൽ അവർ അപ്ലോഡ് ചെയ്തിടും. ഇത് നമുക്ക് ഫോർക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇതാണ് മെയിൻലി ഓപ്പൺ സോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം പോലും ഓപ്പൺ സോഴ്സിന്റെ ഭാഗമാണ്.
ബിഗ് ബ്ലൂ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണിത്. ഓപ്പൺ മൈൻഡ്സ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നമ്മൾ KCB ഓഫീസേഴ്സ് അസോസിയേഷന് വേണ്ടി അവരുടെ കോഡ് ഗിറ്റ് ഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ കൺട്രോളിലുള്ള ഒരു സെർവറിൽ ഈ ഒരു പ്രോഗ്രാമിനെ ഡിപ്ലോയ് ചെയ്യും. അപ്പം നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ നമ്മുടെ ഫുൾ കൺട്രോൾ ഉണ്ട്. അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ ഡാറ്റ എല്ലാം നമ്മുടെ സെർവറുകളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. മാക്സിമം ഫീച്ചേഴ്സ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ പിന്നിൽ വലിയൊരു ടീം പ്രവർത്തിക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സൂമിലേക്ക് തിരിയാം, അതല്ലെങ്കിൽ മറ്റ് പുസ്തക പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് തിരിയാം വേണമെങ്കിൽ. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഓപ്പൺ സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്താണ് ഓപ്പൺ സോഴ്സും അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പ്രൊപ്രൈറ്ററി എന്ന് പറയുന്നതാണ്. അവർ ക്ലോസ്ഡ് സോഴ്സ് എന്നാണ് അതിന് പറയും. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റേ നമുക്ക് കിട്ടുള്ളൂ, അതിന്റെ സോഴ്സ് നമുക്ക് കിട്ടില്ല. എന്നാലോ ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും അതിന്റെ സോഴ്സും അതിന്റെ നടക്കുന്ന കാര്യങ്ങൾ കാണാം, അത് എഡിറ്റ് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ടീം, ഇവരെല്ലാം ഓർഗനൈസേഷൻസ് ആണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള സോഫ്റ്റ്വെയറിനെയും പ്രോഗ്രാംസിനെയും സ്നേഹിക്കുന്ന, അതുപോലെ ഇതെല്ലാം മനുഷ്യരിലേക്ക് ഫ്രീ ആയിട്ടും എത്താനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന, വളരെ ബിസി ആയിട്ടുള്ള മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂട്ടായ്മയായിട്ട് ഇവരിരുന്ന് ഓരോ റൂളുകളും റെഗുലേഷൻസും ഇറക്കും. എങ്ങനെയാണ് ഈവൻ ഇന്റർനെറ്റിൽ പോലും നടക്കുന്ന എല്ലാ പ്രോട്ടോകോളുകളും അധികവും ഓപ്പൺ സോഴ്സ് ടീമുകൾ ഉണ്ടാക്കുന്ന പ്രോട്ടോകോൾസ് ആണ്. അപ്പം ഇവർക്ക് തീരുമാനിക്കാൻ പറ്റും എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അത്തരത്തിലുള്ള ടീമുകളെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, അവർക്ക് പ്രോഗ്രാമേഴ്സിന് എത്തിച്ചു കൊടുക്കുക, അവരുടെ കോഡുകളിൽ നമ്മൾ എഡിറ്റ് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കും കൺട്രോൾ കിട്ടുന്ന രീതിയിലുള്ള കോഡുകൾ അവർ നമുക്ക് തരും. അത്തരത്തിലുള്ള കോഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ചില ലൈസൻസുകളും സ്റ്റാൻഡേർഡുകളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവിന്റെ ലൈസൻസ് ആൻഡ് സ്റ്റാൻഡേർഡിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് MIT ലൈസൻസ് വരുന്നുണ്ട്, അതുപോലെ GNU എന്ന് പറയുന്ന കുറച്ച് ലൈസൻസുകൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഈ ചോദ്യോത്തര വേളയിൽ ചോദിക്കാം. അതുപോലെ അടുത്ത ചോദ്യം വരുന്നത് ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, അതല്ല ഒരു സാധാരണ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇതിന് വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഇതൊക്കെ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഈ ഒരു പ്രോഗ്രാമേഴ്സിന് വേണ്ടി മാത്രമല്ല ആക്ച്വലി ഈ ഒരു ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മറ്റ് ഏരിയകളിലും വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത് റിമോട്ട് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ വെബ്സൈറ്റുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യാന്ന് പറയും. ക്ലൗഡ് എന്ന് പറയുന്നത് ആമസോണിന്റെ വെബ് സർവീസസ് പോലെ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ക്ലൗഡ് പോലെ ഒരുപാട് സെർവറുകൾ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡാറ്റ വെയർഹൗസിൽ പ്രവർത്തിക്കുന്ന ചില സിസ്റ്റംസ്, കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ നമ്മളിപ്പം G Suite യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാ കമ്പ്യൂട്ടേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്തല്ല. ആക്ച്വലി അത് അവരുടെ സെർവറുകളിലാണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കാണുന്നു, ഒരു ബ്രൗസർ വഴി നമ്മൾ യൂട്യൂബ് കാണുന്ന പോലെ, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് കാണുന്ന പോലെ നമ്മുടെ ബ്രൗസറിന്റെ ഉള്ളിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് കാണുകയാണ്. ഇതിന്റെ എല്ലാ ബ്രെയിനും അതുപോലെ ഇതിന്റെ എല്ലാ കമ്പ്യൂട്ടേഷൻ പവറുകളും ആക്ച്വലി അവരുടെ സെർവറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കുത്തകകൾ ഉയർന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കാര്യം നമ്മളാണ് ഇവിടുന്ന് നടത്തുന്നതെങ്കിലും അത് ആക്ച്വലി പ്രാവർത്തികമാകുന്നത് അവരുടെ സിസ്റ്റങ്ങളിലാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കാണുന്നു. ഈ ഒരു ഏരിയയിലും ഓപ്പൺ സോഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പം ആമസോണോ അല്ലെങ്കിൽ ഗൂഗിളോ അത്തരത്തിലുള്ള സെർവറുകൾ, ഡാറ്റ വെയർഹൗസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഓപ്പൺ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഈ ഡാറ്റ വെയർഹൗസുകൾ ഹോസ്റ്റ് ചെയ്യാനുള്ള ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൊന്നാണ് ഓപ്പൺ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓപ്പൺ സ്റ്റാക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള റിമോട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് പെട്ടെന്ന് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നുള്ള രീതിയിൽ നമുക്ക്
കൊടുക്കാൻ പറ്റും. ഇപ്പൊ KCBയുടെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സെർവറുകൾ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. നമുക്ക് തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. ഒരു സെർവർ റൂം തുടങ്ങി അവിടെ ഒരു റാക്ക് സെർവർ ഫിറ്റ് ചെയ്ത് ഈ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഓപ്പൺ സ്റ്റാക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ വെബ് സർവീസസും ഗൂഗിൾ ക്ലൗഡും കൊടുക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ റൺ ചെയ്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് മറ്റു ആപ്പുകൾ കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് ഓപ്പൺ കമ്പ്യൂട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ കമ്പ്യൂട്ട് പ്രോജക്റ്റിനകത്ത് വരുന്നത് നമ്മുടെ ഹാർഡ്വെയർ ആണ്. ഇപ്പൊ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമെങ്കിലും മറ്റേത് ഹാർഡ്വെയർ ഭാഗമാണ്. അപ്പം ഒരു സെർവർ ഉണ്ടാക്കുന്നതും ഇപ്പം മറ്റു പല കമ്പനികളായിരിക്കും, ഇന്റല് അതല്ലെങ്കിൽ ഒത്തിരി കമ്പനികൾ സെർവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വേണമെങ്കിലും അവിടെയും നമ്മുടെ കോഡുകൾ റൺ ചെയ്യുന്ന അവരുടെ ചിപ്പുകൾക്ക് ഉള്ളിലാണ്. ഇപ്പം ചൈന പോലുള്ള ഒരു രാജ്യത്ത് നിന്നാണ് ഒട്ടുമിക്ക ചിപ്പുകളും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ മൊബൈലിനകത്താണെങ്കിലും എല്ലാം ഇത്തരം ആളുകളുടെ ചിപ്പുകളാണ്. അപ്പം എന്തെങ്കിലും രീതിയിൽ അവർക്ക് വല്ല അജണ്ടയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൺസേൺസോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള ബാക്ക് ഡോറുകൾ ക്രിയേറ്റ് ചെയ്തിടാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ കമ്പ്യൂട്ടർ പ്രൊജക്ട്. അതുപോലെ ഇത്തരത്തിലുള്ള മോഡുലാർ ആയിട്ടുള്ള സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർ രീതികൾ, അതായത് പ്രോട്ടോകോൾസ് അവർ പറഞ്ഞു തരും. ഇപ്പൊ നമ്മള് ഇവര് ഈ OCPയിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഹാർഡ്വെയർസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് ടൈപ്പ് ഓപ്പൺ സ്റ്റാക്ക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ റൺ ചെയ്യും. അപ്പൊ ഇവിടെയും ഇവരൊരു കൂട്ടായ്മയായി കൂടിയിരുന്ന് പല മൈൻഡുകളും ഒരുമിച്ച് പ്രവർത്തിച്ച് പ്രോട്ടോകോളുകൾ ഇറക്കും. അപ്പൊ ഒരാൾ വേണമെങ്കിൽ ഒരു സെർവർ ഇറക്കി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ ഇറക്കാം. അപ്പൊ ഇത് കോമ്പാറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യും. ഇവിടെയും ഇവരെ തീരുമാനങ്ങൾ ഒന്നിച്ചാണ് എടുക്കുന്നത്. അതാണ് OCPയുടെ ഇമ്പോർട്ടൻസ്. അതുപോലെ എന്തുകൊണ്ടാണ് ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റാക്ക്, OCP ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ്? നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ സൂട്ട്, G സൂട്ട് യൂസ് ചെയ്യാം, ആമസോൺ വെബ് സർവീസസ് യൂസ് ചെയ്യാം. ഇതൊക്കെ വളരെ തുച്ഛമായ കോസ്റ്റിന് അവർ നമുക്ക് തരുന്നുണ്ട്. അതിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ ഹെഡേക്സും അവരെടുത്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സെർവറുകൾ കൊണ്ടുവരുന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഇന്റർനെറ്റ് സെക്യൂരിറ്റി അതല്ലെങ്കിൽ നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ചില കാര്യങ്ങളും ഇതിൽ വരും. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ, അതായത് ഇത്തരത്തിലുള്ള എല്ലാ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കാര്യങ്ങളിലും നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്. നമുക്ക് ഏത് സമയത്തും അതിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിന്റെ റിപ്പോർട്ടുകൾ, ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിൻസ് അത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ G സൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ല. നമുക്കത് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അവിടെ വേറെ എന്ത് ഇഷ്യൂസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ഡാഷ്ബോർഡ്സ് ഇല്ല. നമ്മൾ ഓപ്പൺ സോഫ്റ്റ്വെയർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ട്. അതുപോലെ ട്രെയിനിങ്, ഇതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകാനും ഇന്ന് ലോകത്ത് ഒരുപാട് കമ്പനികൾ, ഇപ്പൊ നമ്മുടെ കമ്പനി പോലെ തന്നെ ഒത്തിരി കമ്പനികൾ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ സെക്യൂരിറ്റി ശരിക്കും ഒരുപാട് മേഖലകളിൽ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ആളുകൾ ഈ ഒരു കൂട്ടായ്മ പെട്ടെന്ന് അത് ഇടപെട്ട് അത് തീർത്ത് അപ്ഡേറ്റുകൾ ഇറക്കും. അപ്പൊ എപ്പോഴും കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കും. അടുത്ത പോയിന്റ് ആണ് ഈ സ്റ്റെബിലിറ്റിയും ഈ അപ്ഡേറ്റുമായി ബന്ധമുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ മാറും. ഓരോരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം 3 മാസം കഴിയുമ്പോൾ ആൻഡ്രോയിഡ് പുതിയ ഫോണുകൾ ഇറക്കും. നമ്മൾ ഫോണുകൾ മാറ്റും. പുതിയ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയറിലും അപ്ഡേറ്റ്സ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് ബഗ്സും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇത് സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യില്ല. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗുണങ്ങളുണ്ട്. കാരണം എപ്പോഴും അപ്ഡേറ്റ്സ് ഇറക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യും. ഇനി വരുന്നതാണ് കമ്മ്യൂണിറ്റി, ഇതിന്റെ പിന്നിലുള്ള കൂട്ടായ്മ. നമുക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇതിന് കൂട്ടായ്മകളുണ്ട്. ഗിറ്റ് ഹബിലും അതുപോലെ സ്ലാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഓപ്പൺ സോഫ്റ്റ്വെയർ ഇറക്കുന്ന കമ്പനികൾക്കും ഓരോ പ്ലാറ്റ്ഫോമുകളിൽ കൂട്ടായ്മകളുണ്ട്. അതിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹെൽപ്പുകളും കാര്യങ്ങളും എല്ലാം കിട്ടും, നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട്. ഇനി ഇതിൽ മറ്റൊരു ചോദ്യം, ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഫ്രീ ആണോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ ചില സമയത്ത് ഇപ്പം ഈ ഒരു ബിഗ് ബ്ലൂ ബട്ടൺ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും ഇതിനൊരു ചാർജ് വരും.
ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ കാര്യങ്ങളുടെ കോഡ് ഫ്രീ ആണ്. അത് കമ്പൈൽ ചെയ്യാനും അത് കസ്റ്റമൈസ് ചെയ്യാന് അതുപോലെ ഇത് ഹോസ്റ്റ് ചെയ്യാൻ ഒരു ക്ലൗഡിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ ഇത് ഹോസ്റ്റ് ചെയ്യാനൊക്കെ ചാർജുകൾ ഇൻവോൾവ് ആണ്. അവിടെയാണ് ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്നത്. എന്നാൽ ആ ചാർജ് തികച്ചും നമുക്ക് ജസ്റ്റിഫയബിൾ ചാർജുകളായിരിക്കും. മറ്റുള്ളവരെടുക്കുന്ന ലാഭം നമുക്കൊന്ന് ഒഴിച്ചു നിർത്താൻ പറ്റും. അതോടൊപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ കൺട്രോൾ, ഇത്തരത്തിലുള്ള ഇതിനോടൊപ്പം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഇൻഫ്രാസ്ട്രക്ചറൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ കൊളാബറേറ്റീവ് ആയിട്ടുള്ളതിന്റെ ആൾട്ടർനേറ്റീവ്സ് കാണിച്ചു തരുമ്പോഴും ഇതെല്ലാം ഫ്രീ ആണ്, നമുക്ക് കോഡെല്ലാം കിട്ടും. പക്ഷെ ഇത് പ്രാവർത്തികമായിട്ട് ഇത് ഹോസ്റ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഇതിന് ചെറിയ കോസ്റ്റുകൾ ഇൻവോൾവ് ആകും. അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളി ഫ്രീ എന്നുള്ളതല്ല, അതിൽ നിങ്ങൾക്ക് ഒരു മറയില്ലാത്ത രീതിയിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തരും, അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം. പക്ഷെ അതിന് ചിലപ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാവും. ഇത് KCBയിൽ തന്നെ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു IT വിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴും നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് മാത്രം ബെയർ ചെയ്താൽ മതി, മറ്റ് ചാർജസ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇനി എന്താണ് ഇതിന്റെ ഒരു രണ്ട് ആൾട്ടർനേറ്റീവ്സ് നമ്മളൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് നെക്സ്റ്റ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നെക്സ്റ്റ് ക്ലൗഡ് എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇത് G Suite പോലെ തന്നെ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഒരു സെറ്റ് ഓഫ് ടൂൾസ് ആണ് ഇത്. ഈ ആക്ച്വലി ഒരു സെർവർ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് പോലെ ഗൂഗിൾ കലണ്ടർ, ഗൂഗിൾ ഡ്രൈവ്, നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്, ഇമെയിലിങ്, അതുപോലെ ഷെയർഡ് ആയിട്ട് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യാനും ഒത്തിരി അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സും അതുപോലെ നമ്മുടെ സെർവറും. ഈ സെർവർ എപ്പോഴും നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും ഈ സെർവർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്യൂരിറ്റി മറ്റേതിനേക്കാളും മികച്ചതാവും എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഈ നെക്സ്റ്റ് ക്ലൗഡ് എന്ന് പറയുന്നതും ഇങ്ങനെ ഡെമോ എടുത്ത് കാണിച്ചു തരേണ്ട ഒന്നാണ്, പക്ഷെ നമുക്ക് സമയപരിധി ഉണ്ട്. അടുത്തതായിട്ട് ഈ നെക്സ്റ്റ് ക്ലൗഡിന്റെ മുകളിൽ ഒരു സ്റ്റാക്ക് കൂടെ, അതായത് ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയറുകളോട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഫുൾ G Suite പോലെ ആണെങ്കിൽ നമുക്ക് കിട്ടും. കൊളാബറ എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. ഇത് നെക്സ്റ്റ് ക്ലൗഡിന്റെ മുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ സ്ലൈഡ്സിനൊക്കെ പകരം നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ സെർവറിലുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ. ഇത് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് മാത്രമല്ല, ഇത് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളതെല്ലാം അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സർ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ സോഴ്സ് ആൾട്ടർനേറ്റീവ് എന്നുള്ളതിൽ ഈ ഒരു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് കേൾക്കാലോ അല്ലെ? അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആഡ് ചെയ്യാനുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഒന്ന്, KSEB കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഏറ്റവും വലിയൊരു ബിസിനസ്, ഏകദേശം 25,000 മില്യൺ യൂണിറ്റോളം വൈദ്യുതിയുടെ കച്ചവടമാണ് കേരളത്തിൽ KSEB ഒരു വർഷം നടത്തിക്കൊണ്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 1,25,00,000 കൺസ്യൂമേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇത്രയും ബിസിനസ് നടത്തുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിന്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും ഓപ്പൺ സോഴ്സിലാണ് നമ്മൾ ചെയ്തു കൊണ്ടുപോകുന്നത്. ഏകദേശം 20ഓളം സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ KSEBക്ക് അകത്ത് ഉപയോഗിക്കുന്നത്. ആ സോഫ്റ്റ്വെയറുകളെല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. നമ്മുടെ അകത്തുള്ള IT മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്തേക്ക് എടുക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകളെ ആണെങ്കിലും അതിൽ തന്നെ IT മുൻ പരിചയമുള്ള ആളുകളെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന അപൂർവം ഡിസ്കോമുകളിൽ ഒന്നാണ് KSEB എന്നുള്ളതും കൂടെ ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതിന്റെ ഒരു ഇത് നമ്മൾ ആരംഭിച്ചിട്ട് ഏകദേശം 2000-ത്തിന് ശേഷം ഇങ്ങോട്ട് ആരംഭിച്ച് കഴിഞ്ഞ് 20 കൊല്ലമായി വളരെ ഭംഗിയായി നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം IT വിഭാഗം എന്ന് പറയുന്നത്.
KCBക്ക് 2 സെർവറുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ആലപ്പുഴയിലുമായിട്ടാണ് സെർവറുകൾ വച്ചിരിക്കുന്നത്. ഒന്ന് ഡാറ്റ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴയിലുള്ളത്. ഡാറ്റ സെർവറായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇത് ഡാറ്റ റിക്കവറി സെർവറാണ്. ഇങ്ങനെ 2 സെർവറുകളും KCBക്ക് ഉണ്ട്. അത് നിങ്ങളുടെ അറിവിലേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആളുകളുടെ അറിവിലേക്കുമായിട്ട് ഞാൻ കൂട്ടിച്ചേർത്തതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ലൈക്ക് KCB പോലെ ഒരു പൊതുമേഖല ഇത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇത്തരത്തിലുള്ള ചില ഇനീഷ്യേറ്റീവ്സിനെ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് നമ്മുടെ ഗവൺമെന്റിനും അതുപോലെ കേരള ഗവൺമെന്റിനും അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എല്ലായിടത്തും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സത്യത്തിൽ നമ്മൾ ആദ്യം തന്നെ KCB ഓഫീസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് പുറത്തുനിന്നുള്ള സോഫ്റ്റ്വെയർസിനെ ഒന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുൾ കൺട്രോൾ കിട്ടുന്ന നമ്മുടെ സെർവറുകളിൽ റൺ ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇപ്പൊ പറയുന്ന പ്ലാറ്റ്ഫോമിന് പോലും നമുക്കൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അതിന് ഞാൻ കൃഷ്ണകുമാറാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതില് ചെറിയൊരു തിരുത്തുണ്ട്. നമുക്ക് ഒന്ന് നമ്മുടെ ഡേറ്റ സെന്റർ ആണ് നമുക്ക് ട്രിവാൻഡ്രത്തുള്ളത്. സെർവർ എന്നാണ് പറഞ്ഞത്. ഡേറ്റ സെന്ററും റിക്കവറി സെന്ററുമാണ്. പൊതുമേഖലയില് നമുക്ക് ഡേറ്റ സെന്റർ ഉള്ള ഏക സ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ ഇതില്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റസ് ആണ് ഡേറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 11 ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ള മറ്റ് DBകൾ ലഭ്യമാണ്. പുതുതായിട്ട് ഒത്തിരി എണ്ണം വരുന്നെന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണ്ട നമ്പർ ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡേറ്റയുടെ വോളിയം വളരെ ഹ്യൂജ് ആണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഓപ്പൺ സോഴ്സിലുള്ള പുതിയ DBകളെ കുറിച്ച്. പോസ്റ്റ്ഗ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. കേൾക്കാമല്ലേ സർ? പോസ്റ്റ്ഗ്രസ് സെർവർ ഏതാണെന്ന് തോന്നുന്നു. ഡാറ്റ സെന്ററും ഡാറ്റ റിക്കവറി സെന്ററും 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ. പോസ്റ്റ്ഗ്രസ് ചോദ്യം, പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഡാറ്റ വരുന്ന സമയത്ത്, ഡാറ്റയുടെ സൈസ് വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ഓപ്പൺ സോഴ്സിൽ ഉണ്ടോ എന്നുള്ളതാണ് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള 2 സജഷൻസ് ആണ്. ഒന്ന്, ഈ പോസ്റ്റ്ഗ്രസിനെ തന്നെ ക്ലസ്റ്റേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ സിംഗിൾ DB ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അല്ല ഒരു ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്റർ ആണ്. ഹലോ, ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്റെ വോയിസ് ആണോ ക്ലിയർ ആകാത്ത സർ? ഇപ്പൊ ശരിയായി പറഞ്ഞു. ഓക്കെ. ഗ്രീൻ പ്ലം എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഇതില് മാസീവ് പാരലൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കോക്രോച്ച് DB എന്ന് പറയുന്ന DB ആണ്. ഇതും ലേറ്റ്ലി ഇറങ്ങിയിട്ടുള്ളതാണ്. കോക്രോച്ച് DB എന്ന് പറയുന്ന റിയൽ ടൈം ആയിട്ട് ഒത്തിരി ക്ലസ്റ്ററുകളുടെ ഉള്ളിൽ ഒരുപാട് നോഡുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒത്തിരി ക്ലസ്റ്ററുകളെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു DB ആണ് കോക്രോച്ച് DB. കോക്രോച്ച് DB ശരിക്കും RDMS പോസ്റ്റ്ഗ്രസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ റിലേഷണൽ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതേസമയം ക്ലസ്റ്റേർഡ് റെപ്ലിക്കേഷനും വളരെ ഫാസ്റ്റ് ആണ്. പോസ്റ്റ്ഗ്രസ് നമ്മൾ ക്ലസ്റ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് റെപ്ലിക്കേഷനും മറ്റും ഫാസ്റ്റ് ആണെങ്കിൽ പോലും അതിനേക്കാളും എത്രയോ 10,000 മടങ്ങ് ഫാസ്റ്റ് ആയിട്ടാണ് കോക്രോച്ച് DBയുടെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അതുപോലെ പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ഡാറ്റ 2 രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒന്ന്, ട്രാൻസാക്ഷണൽ ഡാറ്റ, എപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഡാറ്റ. മറ്റു ഡാറ്റ എന്ന് പറയുന്ന അനലിറ്റിക്കൽ ഡാറ്റയാണ്. അത് ഒരുപാട് കാലം നമ്മൾ സ്റ്റോർ ചെയ്യും, ചില അനാലിസിസിന് മാത്രം യൂസ് ചെയ്യുന്നത്. ഈ 2 ഡാറ്റകളും ഒരു DBയിൽ സ്റ്റോർ ചെയ്യാതെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനാലിസിസിന് വേണ്ടി വരുന്ന ഡാറ്റകളെ വേണമെങ്കിൽ ഒരു അനാലിറ്റിക്കൽ ഡാറ്റാബേസിലേക്ക് മാറ്റാൻ പറ്റും. അത് കോളംനാർ ഡാറ്റാബേസ്, ക്ലിക്സെന്റ് എന്നൊക്കെ പറയുന്ന ഡാറ്റാബേസുകളുണ്ട്, യാൻഡെക്സ് ഉണ്ട്. അത് ചെറിയ നിമിഷ നേരങ്ങൾ കൊണ്ട് വളരെ മൈന്യൂട്ട്
സെക്കൻഡ്സിനുകൊണ്ട് ഒത്തിരി ഓപ്പറേഷൻസ് അതിന് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ട്രാൻസാക്ഷണലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ആണ്. വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ എടുത്തിട്ട് പെട്ടെന്ന് ഒരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഈ യാൻഡെക്സ് പോലുള്ള കോളംനാർ ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റ് ട്രാൻസാക്ഷൻ പെട്ടെന്ന് അതിലേക്ക് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ERP അല്ലെങ്കിൽ ബില്ലിംഗ് ആ ഒരു ഏരിയയിൽ വരുന്നത് നിങ്ങൾക്ക് ഈ RDBMS റിലേഷണൽ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റും. പോസ്റ്റ്ഗ്രസിന് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് ആക്ച്വലി. അത് നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്, എന്താണ് പ്രോസസ് എന്നുള്ളത് നോക്കിയിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോ ഒരു ERP ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് KCBക്കായിട്ട്. നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ലറാവലാണ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം. ലറാവൽ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നു. പോസ്റ്റസ് തന്നെയാണ് DB ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് കേട്ടായിരുന്നോ? ഹലോ, ലാറവൽ എന്ന് പറയുന്നത് ഒരു PHP ബേസ്ഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലാറവലിന്റെ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലേഡ് എന്ന് പറയുന്നതിലാണോ, അതല്ല സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യുന്നത് ആംഗുലാർ ഒക്കെ പോലെ, അതോ ലാറവലിന്റെ ബ്ലേഡ് ലാറവൽ മാത്രമാണ്? ലാറവൽ മാത്രമാണ്. ലാറവൽ മാത്രം വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അതിന്റെ ഇത് തുടങ്ങിയിട്ട്. ഇതിലേറെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് എൻഡ് ആംഗുലാർ അതല്ലെങ്കിൽ Vue.js എന്നൊക്കെ പറയുന്നത് യൂസ് ചെയ്യാം. ബട്ട് ഈ ഒരു ERP-യുടെ കാര്യത്തിന് ലാറവൽ മതിയാവും എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതല്ലെങ്കിൽ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടേണ്ട രീതികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസും അതുപോലെ അതിന്റെ ബാക്ക് ആൻഡ് സൈഡും ആണെങ്കിൽ ലാറവലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതല്ലെങ്കിൽ ഇച്ചിരി കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള Node.js അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് അഹെഡ് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, അതായത് ബ്രൗസറിൽ തന്നെ വർക്ക് ചെയ്യുന്ന ലാറവലിന്റെ ഒരു പ്രശ്നമല്ല. പക്ഷെ ലാറവൽ അങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ക്ലിക്കും കാര്യങ്ങളാണെങ്കിലും ബ്രൗസർ അപ്ഡേറ്റ് ചെയ്ത് വരണം. ഓരോ ഡാറ്റയോടൊപ്പം അതിന്റെ വ്യൂവും ഇറങ്ങി വരണം. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ഇത്തരത്തിലുള്ള ആംഗുലാർ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഡാറ്റ മാത്രമേ വരുള്ളൂ. വ്യൂ എപ്പോഴും നമ്മളൊരു EXE ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഈസിനെസ് കിട്ടും. പക്ഷെ ലാറവൽ എന്തുകൊണ്ട് നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ. ഷജി, നമുക്ക് നമ്മുടെ വിഷയത്തിനകത്തേക്ക് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് എങ്കിലും ഇനി കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ സാറിന്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. മറ്റ് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നിപ്പോ പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് ക്ലൗഡും അതുപോലെ തന്നെ കൊളാബോറ എന്ന് പറയുന്ന 2 സംവിധാനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും ഇതേപോലെ ആണെങ്കിൽ G Suite ഉപയോഗിക്കുന്ന അദ്ദേഹത്തോടെ നമുക്ക് ഉപയോഗിച്ച് പോകാൻ പറ്റുന്നതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ, ഇത് രണ്ട് പാരലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും ഉപയോഗിക്കാവുന്നതാണോ? ഇപ്പൊ പറഞ്ഞ കൊളാബറയും മറ്റേ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു നെക്സ്റ്റ് ക്ലൗഡ്. ഈ രണ്ട് സാധനം ഒരേ സമയം പാരലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അത് ഒന്നുണ്ടെങ്കിലേ മറ്റത് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടോ? ഇതിൽ വരുന്നത് കൊളാബോറ എന്ന് പറയുന്നത് നമുക്ക് G Suite പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഡോക്ക് ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിന്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് കൊളാബോറ. നെക്സ്റ്റ് ക്ലൗഡിൽ വരുന്നത് ഗൂഗിൾ ഡ്രൈവ്, കലണ്ടർ അത്തരത്തിലുള്ള നമ്മുടെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് കൊളാബോറ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ലല്ലോ, ഒരു സെർവർ ആപ്ലിക്കേഷൻ ആണല്ലോ അല്ലേ ഈ പറയുന്നത്? സമയത്ത് നമുക്ക് സെർവർ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സ് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ സെർവറിൽ അപ്ലോഡ് ചെയ്ത ശേഷം അതിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഈ ഡെസ്ക്ടോപ്പിലും അതുപോലെ ഈ ബ്രൗസറിലെല്ലാം അടിച്ചു കഴിഞ്ഞാൽ സെയിം ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ നെറ്റ്വർക്കിന്റെ IP ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സെർവറിന്റെ. ഓക്കെ, സർ, അടുത്ത വിഷയത്തിലേക്ക് ഇന്റർനെറ്റ് സെക്യൂരിറ്റി എന്ന വിഷയത്തിലേക്ക് പോകണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
ഇനിയിപ്പോ അതിലേക്ക് പോട്ടെ. നമ്മുടെ സമയം 8:03 സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്ത് ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. ഷജി തുടർന്നോളൂ. ഓക്കെ. ഇന്റർനെറ്റ് സെക്യൂരിറ്റി എന്ന വിഷയത്തില് നമ്മൾ ഇപ്പം എല്ലാവരും മൊബൈലുമായി കണക്റ്റഡ് ആണ്. ഏത് സമയത്തും നമ്മുടെ കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ട്. നമ്മുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ, അത്തരം ഫയൽസ് എല്ലാം നമ്മുടെ ഇന്റർനെറ്റ് എനേബിൾ ആയിട്ടുള്ള ഫോണിലാണ് നമ്മൾ സേവ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ സൈബർ സെക്യൂരിറ്റി അതുപോലെ ഇത്തരത്തിലുള്ള കൺസേൺസ് ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഒരുപാട് ത്രെട്ടുകളും വൾണറബിലിറ്റീസും ഇതുമായി സംബന്ധിച്ചിട്ടുള്ള സ്കാമുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അതുപോലെ ഇത് എങ്ങനെ അവെയർ ആയിരിക്കാം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്ന് ഡാറ്റ ലീക്കേജ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ സെക്യൂരിറ്റി കൺസേൺസ് ഉള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ നിന്നും ലീക്കായി പോവുക. അതിനുള്ള ഒന്ന് റിസ്ക് വെയർ ആയിട്ടുള്ള എന്തെങ്കിലും മാൽവെയർ അല്ലെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിലൂടെ അവര് ഡാറ്റ നമ്മൾ അറിയാതെ പെർമിഷൻ കൊടുക്കുക, അതിലൂടെ ഡാറ്റ എടുത്തു പോവുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡാറ്റ ലീക്കേജിനകത്ത് വരുന്നത്. മറ്റൊരു കൺസേൺ അൺസെക്യൂർഡ് വൈഫൈ. നമ്മളെപ്പോഴും ഇത് കണക്ടിവിറ്റി ഒന്നെങ്കിൽ നമ്മൾ 3G 4G മൊബൈലിന്റെ കണക്ഷൻസ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വൈഫൈസ് യൂസ് ചെയ്യാം. ഈ വൈഫൈകൾ എല്ലാ വൈഫൈകളും സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഫ്രീ വൈഫൈ ഇപ്പം മാളിൽ പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ചിലപ്പം ഫ്രീ വൈഫൈസ് കൊടുക്കാറുണ്ടാവും. ഇത്തരം വൈഫൈസിന് പാസ്വേഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആർക്കും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഉപയോഗിക്കാനായിരിക്കും, പക്ഷെ മറ്റ് ആളുകൾ അതിനടുത്ത് നിന്ന് ഈ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മളടുത്ത് നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കാനൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള അൺസെക്യൂർ ആയിട്ടുള്ള വൈഫൈകളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഈ അൺസെക്യൂർഡ് വൈഫൈയിലൂടെ നമ്മുടെ മൊബൈൽ എൻഡിൽ തന്നെ എൻക്രിപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ നമ്മുടെ ഡാറ്റ കാണാൻ പറ്റും. അപ്പൊ ബ്രിട്ടീഷ് അവിടെ നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ട് അൺസെക്യൂർ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള 3 ആളുകളുടെയും അവർ ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ചില ആളുകളിലൊക്കെ ആളുകൾ ഇതിനു വേണ്ടി മാത്രം ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി മാത്രം അവർ കണക്ട് ചെയ്യും. അപ്പൊ എപ്പോഴും അൺസെക്യൂർഡ് വൈഫൈയിലേക്ക് നമ്മൾക്ക് അറിയാവുന്ന നമ്മുടെ ഓർഗനൈസേഷനിൽ കണക്ട് ചെയ്യാതെ വേറെ ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില നെറ്റ്വർക്കിൽ കയറുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ നെറ്റ്വർക്ക് സ്പൂഫിംഗ്. നെറ്റ്വർക്ക് സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ കയറിയിട്ടുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലേക്കാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ വൈഫൈയിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പം നമ്മുടെ ഓഫീസ് വൈഫൈയുടെ പേര് കാണിക്കും വൈഫൈ ലിസ്റ്റില്. പക്ഷെ സത്യത്തിൽ കയറുന്നത് ആ ഒരു വൈഫൈയിലേക്ക് ആവില്ല. വേറൊരാള് മറ്റൊരു വൈഫൈ അവിടെ ക്രിയേറ്റ് ചെയ്ത് അതേ പേരിലോ അതല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ വൈഫൈയിലേക്ക് കയറ്റും. നമ്മൾ വിചാരിക്കും അത് സെക്യൂർ ആണ്, ഇത് നമ്മുടെ വൈഫൈ ആണ്. അത്തരത്തിലുള്ള നെറ്റ്വർക്ക് സ്പൂഫിങ് ചെയ്യാൻ പറ്റും. ചില ഹോട്ടലുകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ അവരുടെ നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ അടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ കയറുന്നത് ചിലപ്പോൾ ഹോട്ടലിന്റെ കണക്ഷനിലാവില്ല, അവിടെ തന്നെ മറ്റു റൂമിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഹാക്കർ ഇതാണ് ഹോട്ടലിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ വൈഫൈയിലേക്ക് കയറുമ്പോൾ ഹോട്ടലിന്റെ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം കാണും. അവിടെ ഒരു രജിസ്ട്രേഷൻ പേജും വരും. അപ്പൊ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ചിലപ്പോൾ പാസ്വേഡ് ഒക്കെ ചോദിക്കും. നമ്മൾ ഹോട്ടലിന്റെ ഒരു കണക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അതിൽ അടിച്ചു കൊടുക്കും. ചിലപ്പോൾ അവരെ റീഡയറക്ട് ചെയ്ത് നമുക്കൊന്നും തിരിച്ച് റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നേരെ ഹോട്ടലിന്റെ കണക്ഷനിലേക്ക് കയറും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. ഈ നെറ്റ്വർക്ക് സ്പൂഫിംഗ് എന്നുള്ളതും ഈ ഒരു മൊബൈൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റിയിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ്. അടുത്തതാണ് ഫിഷിംഗ് അറ്റാക്സ്. ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഡാറ്റ പോകുന്നത് ഒരു പാക്കറ്റ് ആയിട്ടാണ് ഡാറ്റ പോകുന്നത്.
ഈ ഒരു പാക്കറ്റിനെ ഇതിന്റെ ഇടക്ക് തന്നെ എടുത്ത് ഫിഷ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഈ പാക്കറ്റുകളെ വായിച്ചെടുക്കുക. അതല്ലെങ്കിൽ ചില ഇമെയിൽ ലിങ്ക്, ഇപ്പൊ നമുക്ക് ഉദാഹരണം നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇമെയിൽ തുറന്ന സമയത്ത് ഫേസ്ബുക്കിന്റെ ഒരു ഇമെയിൽ വന്നിരിക്കുന്നത്, ഫേസ്ബുക്ക് പറയുന്നത് നിങ്ങൾ ലോഗ് ഔട്ട് ആയിട്ടുണ്ട്, ഒന്ന് ലോഗിൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാച്ചുറലി ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യും. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്കിലേക്ക് പോകും. ഫേസ്ബുക്കിന്റെ എല്ലാ പേജസും നമ്മൾ കാണും. അവിടെ നമുക്കൊരു മെസ്സേജ് വരും, ഇത് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൂടെ അടിക്കണം എന്നുള്ള രീതിയിൽ. അവിടെ നമ്മൾ ചിലപ്പം നമ്മുടെ ഡീറ്റെയിൽസ് പോകുന്നത് വേറൊരു ആൾക്കായിരിക്കാം. ഇത് ആക്ച്വലി നമ്മൾ ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. ഇപ്പൊ ഗൂഗിളിന്റെ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ലോക്ക് കാണാൻ പറ്റും. ഇവിടെ വ്യൂ സൈറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് കാണാം. നമ്മൾ എപ്പോഴും ബ്രൗസറിലൂടെ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഫേസ്ബുക്കിന്റെ ആപ്പോ മറ്റവർക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ ബ്രൗസർ വഴി തുറക്കാനായിരിക്കും ലിങ്ക് സജസ്റ്റ് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണക്ഷൻ സെക്യൂർ ആണോ അല്ലേ, ഇത് HTTPS, അതായത് നമ്മൾ ഇവിടെ അടിക്കുന്ന ഡാറ്റ നമ്മുടെ എൻഡിൽ തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് ആ സെർവർ വരെ എത്തുന്നത് വരെ എൻക്രിപ്ഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ടെക്നോളജിയാണ് ഈ SSL സർട്ടിഫിക്കേഷൻ. ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റും. അവിടെ ഇത് സെക്യൂർ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ഇങ്ങനെ ലോക്ക് കാണിച്ചിട്ട് കണ്ടന്റ് സെക്യൂർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവര് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ബ്രൗസർ ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരും ചെയ്തിട്ടുണ്ടാവും. ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇവരെല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇതിന്റെ ഓതേഴ്സ്, ഈ ഒരു പേജ് കാണുന്നതിന്റെ ഓതേഴ്സ് അത് ഇവർ പറയുന്ന ആളുകൾ തന്നെയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് ചെറിയ രീതിയിലുള്ള ചില ഇൻഫോർമേഷൻസ് ഇവിടുന്ന് കിട്ടും. അപ്പൊ നമ്മൾ കയറുന്നത് FBയുടെ ഒറിജിനൽ വെബ്സൈറ്റ് തന്നെയാണോ അല്ലേ എന്നുള്ളത് ഈ ഒരു ലോക്ക് വെച്ച് അതിന്റെ ഒരു DNS ചെക്ക് എന്ന് പറയുന്നത് ഉണ്ട്. അത് ചില ആളുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവെയർ ആയിരുന്നാൽ മതി. ഈ ഒരു ലോക്കിന്റെ അവിടെ നിന്ന് നോക്കുക, അവിടെ എന്തെങ്കിലും റെഡ് മാർക്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പറയും ദിസ് പേജ് ഇസ് നോട്ട് സെക്യൂർ. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ഡീറ്റെയിൽസ്, അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു വെബ്സൈറ്റിൽ അടിച്ചു കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ വരും. ആ ഒരു സ്ഥലത്തൊന്നും നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യരുത്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളടുത്ത് ആരുടെങ്കിലും കൺസൾട്ട് ചെയ്തതിന് ശേഷം ചില SSL ചെയ്യില്ല. അപ്പൊ നമുക്ക് റോങ് ആയിട്ട് ഇൻഫർമേഷൻ തരും, ഇതിൽ അടിക്കരുത് എന്ന് പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളടുത്ത് ഒന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അടുത്തതായിട്ട് സ്പൈവെയർ ആണ്. സ്പൈവെയർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ചില സോഫ്റ്റ്വെയറുകളാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചില ഡാറ്റകൾ ഇവർ എടുത്തുകൊണ്ട് പോകും. ഇപ്പൊ ബ്രൗസറിന് ക്രോമിന് അധികം സ്പൈവെയർ വരാനുള്ള ക്രോമിന്റെ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും. ക്രോം എക്സ്റ്റൻഷൻസ്, അതുപോലെ മൊബൈലിലാണെങ്കിൽ ചില ആപ്പുകളോ അല്ലെങ്കിൽ ചില മാൽവെയറുകൾ സ്പൈവെയറുകളായിരിക്കും. അപ്പൊ നമ്മുടെ കീ സ്ട്രോക്സ്, നമ്മൾ അടിക്കുന്ന മൊബൈലിൽ അടിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു ഏരിയയിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മൾ വേണ്ട ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളുടെ ഇതിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, ഇത് ഏത് കമ്പനിയിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള രീതിയിൽ. നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിമിന്റെ പരസ്യമോ അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കുട്ടികളുടെ അടുത്തായിരിക്കും മൊബൈൽ ഉണ്ടാവുക. അവര് ചിലപ്പോൾ ഒരു ഗെയിമിന്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേയിലൊക്കെ പോയിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നീട് മൊബൈലിലുണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ആപ്പ് ചോർത്തിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യുന്ന ആപ്പുകൾ എപ്പോഴും റെഗുലർലി യൂസ് ചെയ്യുന്ന ആപ്പുകൾ മാത്രം മൊബൈലിൽ വെക്കുക, മറ്റെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു വഴി. പിന്നെ ഈ ബ്രൗസർ വഴി കയറുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കുക. നമ്മൾ ഒട്ടുമിക്ക സമയത്തൊന്നും ചിലപ്പോൾ വായിച്ചു നോക്കൂല. നമ്മുടെ അലോ അല്ലെങ്കിൽ പെർമിഷൻ. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്ന സമയത്ത് തന്നെ മൈക്രോഫോണിന് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് നമ്മൾ വായിക്കണം. ചില ഏരിയയിൽ കയറുമ്പോൾ നമ്മുടെ ഫോട്ടോസ് എടുക്കാനും
നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കാൻ അങ്ങനത്തെ പെർമിഷൻസ് ചോദിക്കും. അപ്പൊ അത് വ്യക്തമായ രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ നോ എന്ന് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ അടുത്തതായിട്ട് ബ്രോക്കൺ ക്രിപ്റ്റോഗ്രഫി. ഇത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും അധികം ചെയ്യാനില്ല. പ്രോഗ്രാമേഴ്സിന്റെ എൻഡിൽ നിന്ന് വരുന്ന ചില മിസ്റ്റേക്സ് ആണ്. അപ്പൊ അവര് നമ്മുടെ പേഴ്സണൽ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിൽ വരുന്ന പ്രോബ്ലംസ്, അവിടുന്ന് തന്നെ അതിന്റെ ഒരു വൾനറബിലിറ്റി സ്റ്റാർട്ട് ചെയ്യണം. അവിടെ പാസ്വേഡ്, ഇപ്പൊ നമ്മൾ എന്റെ ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാസ്വേഡ് അതുപോലെയല്ല സ്റ്റോർ ചെയ്യുന്നത്. അത് ഒരു എൻക്രിപ്ഷൻ നടത്തി മറ്റൊരു ഹാഷ് കീ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ എൻക്രിപ്ഷൻ നടത്താൻ ഉപയോഗിക്കുന്നതിന്റെ സാൾട്ട് കീ, ഇത്തരം കാര്യങ്ങൾ പുറത്താവുക, അതല്ലെങ്കിൽ അതിന്റെ സെക്യൂരിറ്റിയിൽ വരുന്ന ഹോളുകൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ആപ്പിന്റെ ആളുകളോ അതല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ അതിന്റെ അപ്ഡേറ്റ്സ് ഇറക്കി സെക്യൂരിറ്റി. ഇപ്പൊ സൂമിനൊക്കെ ഈയിടെ സംഭവിച്ചതുപോലെ സൂമിൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അവർ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു എൻഡിൽ നമുക്ക് അധികം ചോയ്സസ് ഇല്ല എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുക. എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ വെബ്സൈറ്റുകളുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ചിലപ്പോൾ ഇമെയിൽ ആയിട്ട് വരും, ഇന്ന രീതിയിൽ വൾനറബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അതുകൊണ്ട് എപ്പോഴും ആപ്പുകൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പുകളും കാര്യങ്ങളും മൊബൈലിൽ വെക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും അപ്ഡേറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ അവര് അതിലുള്ള അപാകതകളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. അടുത്തതായിട്ട് വരുന്ന ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള സെഷൻ ഹാൻഡ്ലിങ്. അതായത് നമ്മളൊരു ജിമെയിലിലേക്കോ മറ്റ് ലോഗിൻ ചെയ്ത ശേഷം നമ്മളോട് ലോഗ് ഔട്ട് ചെയ്യാതെ എണീറ്റ് പോരുക. അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലാണെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണ്. മൊബൈലിലാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതായതുകൊണ്ട് മറ്റുള്ള ആളുകളടുത്ത് നമ്മുടെ മൊബൈൽ പോകാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും ചിലപ്പോൾ വർക്ക് ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷട്ട് ഡൗൺ ചെയ്യേണ്ട സമയത്ത് സെർവറുകളോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യേണ്ട സമയത്ത് ഷട്ട് ഡൗൺ ചെയ്യണം, ലോഗ് ഔട്ട് ചെയ്യേണ്ട സമയത്ത് ലോഗ് ഔട്ട് ചെയ്യണം. സെഷൻ അതുപോലെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ സെഷന്റെ ഉള്ളിൽ നിന്ന് ഈ സെഷൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടോക്കണുകളോ മറ്റ് നമ്മുടെ പാസ്വേഡിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പാസ്വേഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ള അത്തരം ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാലും ഇവിടുന്ന് നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എന്തിലേക്കെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ എല്ലാ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ആപ്പ്, ഏതെങ്കിലും രീതിയിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കുക. ആ ആപ്പിനെ കുറിച്ച് ഏതാണെന്നുള്ള രീതിയിൽ ഒന്ന് വായിക്കുക. ഗൂഗിൾ പ്ലേ ആണെങ്കിലോ അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ആണെങ്കിലോ അതിൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഈ ആപ്പ് ഇറക്കിയിട്ടുള്ള ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ എപ്പോഴും ഏതൊരു നെറ്റ്വർക്കിലേക്കും നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും, ഇന്റർനെറ്റ് നെറ്റ്വർക്കിലേക്ക്. ഇപ്പൊ വൈഫൈ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ഒന്ന് കെയർഫുൾ ആയിരിക്കുക. നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ നിന്ന് ചോരാം, അതല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് വഴിയും ഈ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഡാറ്റ എവിടെ കൊടുക്കുകയാണെങ്കിലും, ഏതൊരു സ്ഥലത്ത് നമ്മളെടുത്ത് എന്തെങ്കിലും പേഴ്സണൽ ഡാറ്റകളോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അലേർട്ട് ആയിരിക്കണം. എന്തിനാണ് ഇത് ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഇത് ആർക്കാണ് ഡാറ്റ പോകുന്നത് എന്നുള്ള രീതിയിലും കെയർഫുൾ ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ ആണ് മനസ്സിൽ വെക്കേണ്ടത് ഈ ഒരു സെക്യൂരിറ്റി കൺസേണുമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തേക്കാം. ഒന്ന്, ഇപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോണിൽ കൂടെയുള്ള ട്രാൻസാക്ഷൻസ് ഒഴിവാക്കുക എന്ന നടക്കുന്ന കാര്യമല്ല. മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടാബ് വഴിയുള്ള എല്ലാ മണി ട്രാൻസാക്ഷനുകളും അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുകൊണ്ട് വരും. അതുപോലെ മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഗെയിമിംഗ് അടക്കമുള്ള സംവിധാനങ്ങളും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒരേ മൊബൈൽ ഫോണിൽ എത്തുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ നമ്മൾ എത്തുന്നത്. ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളെല്ലാവരും തന്നെ ക്രെഡിറ്റ് കാർഡുകൾ അടനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ യോനോ പോലുള്ള ആപ്ലിക്കേഷനുകൾ എല്ലാം നമ്മുടെ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ യാതൊരു കാരണവശാലും
മറ്റ് ആപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം അതിന് നമുക്കൊരു ചിലപ്പോൾ ഒരു അഡീഷണൽ മൊബൈൽ ഫോൺ കൂടെ ആഡ് ചെയ്താൽ പോലും അതിൽ തെറ്റില്ല. കാരണം അതിന് 4000-5000 രൂപ കൊടുത്താൽ നമ്മുടെ മണി ട്രാൻസാക്ഷൻസിന് വേണ്ടി മാത്രമുള്ളത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ സ്ട്രീമിംഗ് ആപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് ആപ്പുകൾ, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലാണ് ടെക്നോളജിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കുന്നു.